ഹായ്. നെക്സ്റ്റ് 10 മിനിറ്റ്സിൽ ഈ ഒരു AFP കോഴ്സിൽ എന്തൊക്കെയാണ് എക്സലും പവർ ബി ഐയും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രോജക്ട്സ് എന്തൊക്കെയാണ് നിങ്ങൾ എക്സലിലും പവർ ബി ഐയിലും പഠിക്കുന്നത്, എങ്ങനെയാണ് എക്സലും പവർ ബി ഐയും യൂസ് ചെയ്തുകൊണ്ട് ഡേറ്റ അനാലിസിസും ഓട്ടോമേഷനും ഫിനാൻഷ്യൽ അനലിറ്റിക്സും എല്ലാം പെർഫോം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഒരു കോഴ്സിൽ ആദ്യം തന്നെ പഠിക്കുന്നത് എക്സലിൻ്റെ ബേസിക്സ് ആണ്. അതായത് എക്സൽ എന്താണ് എക്സൽ എന്ന് മുതൽ, എക്സലിൻ്റെ ഇൻട്രൊഡക്ഷൻ മുതൽ അതിൻ്റെ യൂസർ ഇൻ്റർഫേസ്, ഡേറ്റ എൻട്രി, എങ്ങനെയാണ് ഡേറ്റ ഫോർമാറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ സെൽസ്, റോസ്, കോളംസ് എന്താണ്, അതിനുശേഷം എങ്ങനെയാണ് നമ്മൾ ഡേറ്റയിൽ വർക്ക് ചെയ്യുന്നത്, ഹൗ ഡു വി വർക്ക് വിത്ത് ഡേറ്റ, റൈറ്റ്. അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഡേറ്റയെ ഫിൽട്ടർ ചെയ്യുന്നത്, സോർട്ട് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഫങ്ഷൻസിൻ്റെയും ഫോർമുലാസിൻ്റെയും ഒക്കെ ഒരു ഇൻട്രൊഡക്ഷൻ, ഓക്കെ. അതിനുശേഷം വർക്കിംഗ് വിത്ത് പേജ്, റിവ്യൂവിങ് ഡേറ്റ, ഫൈനൽ വ്യൂ, പിന്നെ എക്സൽ ഓപ്ഷൻസ്. ഇങ്ങനെ എക്സലിൻ്റെ ഒരു ലെവൽ 1, അതായത് എക്സലിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ആദ്യം തന്നെ ഇതിനകത്ത് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഫങ്ഷൻസിലോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പോകും. അതായത് നമ്മൾ ടെക്സ്റ്റ് ഫങ്ഷൻസ് മുതൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ്, അതായത് ടെക്സ്റ്റ് ഫങ്ഷൻസ്, ഡേറ്റ് ഫങ്ഷൻസ്, നമ്പർ ഫങ്ഷൻസ്, ലുക്കപ്പ് ഫങ്ഷൻസ്, ലോജിക്കൽ ഫങ്ഷൻസ്. അപ്പോൾ ടെക്സ്റ്റ് ഫങ്ഷൻസിൽ വളരെ ബേസിക് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ രണ്ട് ടെക്സ്റ്റിനെ ജോയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ലെഫ്റ്റും റൈറ്റും ലെന്നും എല്ലാം ജോയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഫങ്ഷൻസ് കമ്പൈൻ ചെയ്യുന്നത് തുടങ്ങി ടെക്സ്റ്റ് ഫങ്ഷൻസ് പഠിക്കും. അതിനുശേഷം നമ്മൾ ടെക്സ്റ്റ് ഫങ്ഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലുക്കപ്പ് ഫങ്ഷൻസ്, ഡേറ്റ് ഫങ്ഷൻസ്, നമ്പർ ഫങ്ഷൻസ്, പിന്നെ ലുക്കപ്പ് ഫങ്ഷൻസ്. ലുക്കപ്പ് ഫങ്ഷൻസിൽ നിങ്ങൾ എഗെയിൻ വി ലുക്കപ്പ്, എക്സ് ലുക്കപ്പ്, എങ്ങനെയാണ് മൾട്ടിപ്പിൾ ഫങ്ഷൻസ് കമ്പൈൻ ചെയ്യുന്നത്, എക്സ് ലുക്കപ്പിൽ തന്നെ എങ്ങനെയാണ് നിങ്ങൾ മൾട്ടിപ്പിൾ ക്രൈറ്റീരിയാസ്, ഇതുപോലെ മൾട്ടിപ്പിൾ ക്രൈറ്റീരിയാസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ലുക്കപ്പ് പെർഫോം ചെയ്യുന്നത്, ഇൻഡെക്സ് ആൻഡ് മാച്ച് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പഠിക്കുന്നതാണ്. ഓക്കെ. അപ്പം എക്സ് ലുക്കപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ പഠിക്കുന്നത് ലോജിക്കൽ ഫങ്ഷൻസ് ആണ്. സോ ലോജിക്കൽ ഫങ്ഷൻസിൽ വരുന്ന സമയത്ത് നമ്മൾ ഇഫ്, സ്വിച്ച്, ഇഫ്സ്, നെസ്റ്റഡ് ഇഫ്സ് തുടങ്ങിയ ഫങ്ഷൻസാണ് ലോജിക്കൽ ഫങ്ഷൻസിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതിലേക്ക് നോക്കിയാൽ അറിയാം, വളരെ ബേസിക് ഫങ്ഷൻസ് മുതൽ ഇഫ് ആൻഡ് ഓർ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഫങ്ഷൻസ്, അതിനുശേഷം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മൾട്ടിപ്പിൾ സെനാരിയോസൊക്കെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട്. ഇതുപോലെ ഫങ്ഷൻസ് നമ്മൾ റൈറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നുണ്ട്. അതായത് ഡിഫറെൻറ്റ് സെനാരിയോസ് കാൽക്കുലേറ്റ് ചെയ്യുക, 2Hൻ്റെ ഫോർകാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് സെനാരിയോസ്. ഓക്കെ. അപ്പം ഇങ്ങനെ ആണ് ഇതിനകത്ത് പഠിക്കുന്നത്. സോ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഈ ഒരു എക്സലിൻ്റെ കോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് 100% ഒരു പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് ആണ്. അതായത് ബേസിക്കലി എക്സൽ പഠിച്ചു കഴിഞ്ഞാലും ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും എക്സ്പോഷറും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്ന സമയത്ത് ഈ കോഴ്സ് പഠിക്കുന്നത് ഒരു IT കോൺട്രാക്റ്റിൻ്റെ ഫിനാൻഷ്യൽ ഡേറ്റ വെച്ചിട്ടാണ്. അതായത് ബഡ്ജറ്റും ആക്ച്വൽസും ഒക്കെയുള്ള ഒരു ഡേറ്റ ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഫങ്ഷൻസിലോട്ട് വരുന്ന സമയത്ത് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെയാണ് ടെക്സ്റ്റ് ഫങ്ഷൻസ്, ഇങ്ങനെയാണ് ഒരു സാമ്പിൾ ഡേറ്റ വെച്ചുകൊണ്ട് ജോയിൻ ചെയ്യുന്നത് എന്ന രീതിയിലല്ല നമ്മൾ പഠിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് ആക്ച്വലി ആ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു അനലിസ്റ്റായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന ഡേറ്റ പ്രിപ്പറേഷൻ ചാലഞ്ചസും ആ ചാലഞ്ചസ് 1 by 1 ആയിട്ട് ബേസിക് മുതൽ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ. സോ നമ്മൾ ഇതിലോട്ട് നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ഫങ്ഷൻസിൻ്റെ ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ചാലഞ്ചസ് ഇതിനകത്ത് ഉണ്ടാവും നിങ്ങൾ വരുന്ന സമയത്ത്. ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കുന്നത് ഹൗ മെനി പീപ്പിൾ വെർ റിലീവ്ഡ് ഇൻ 2022. പിന്നെ അതേപോലെ ലുക്കപ്പ് ഫങ്ഷൻസിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് വാട്ട് ഈസ് ദ ടോട്ടൽ എംപ്ലോയി കൗണ്ട് ഫോർ ബാംഗ്ലൂർ, ബേസിക് ഇതിലോട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ആവറേജ് ഫ്രഷർ കോസ്റ്റ് റേറ്റ്. ഇങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു ലേണിംഗ് അപ്രോച്ചാണ് ഇത്. ആൻഡ് നമുക്കൊരു കോൺഫിഡൻസ് പെട്ടെന്ന് ബിൽഡ് ചെയ്യണമെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് അപ്രോച്ച്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഫങ്ഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പോകുന്നത് പിവറ്റ് ടേബിൾസ്. ഒബ്വിയസ്ലി വൺസ് ഡേറ്റ ഈസ് റെഡി നിങ്ങൾ ഡേറ്റ സമ്മറൈസ് ചെയ്യാൻ പഠിക്കണം. സോ പിവറ്റ് ടേബിൾസ് നിങ്ങൾ യൂസ് ചെയ്യാൻ പഠിക്കും. അതിനുശേഷം നമ്മൾ ഒരു ബഡ്ജറ്റ് വേഴ്സസ് ആക്ച്വൽ അനാലിസിസ്, ഈ ഒരു IT കോൺട്രാക്റ്റിൻ്റെ ബഡ്ജറ്റ് വേഴ്സസ് ആക്ച്വൽ അനാലിസിസ് പെർഫോം ചെയ്യും. അതിനകത്ത് എങ്ങനെയാണ് ഒരു റിപ്പോർട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്സ് എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ലെറ്റ് മീ ഷോ യു, നമ്മളിവിടെ ഇങ്ങനെ പിവറ്റ് ടേബിൾസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പിവറ്റ് ടേബിൾസിൻ്റെ ഫങ്ഷണാലിറ്റീസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് റിപ്പോർട്ടിങ്ങിലോട്ട് വരുന്ന സമയത്ത് ഇതുപോലെ പ്ലാൻ റവന്യൂ വേഴ്സസ് ആക്ച്വൽ റവന്യൂ അനാലിസിസ്, ഓക്കെ, ബൈ മന്ത്, ബൈ ക്വാർട്ടർ, ആൻഡ് ദ എബിലിറ്റി ടു ഫിൽട്ടർ ബൈ പ്രോജക്റ്റ് ID ആൻഡ് വ്യൂ,
for individual project ID or view for all project ID. So you learn how do you along with some ifs എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ കൂടെ ഇഫൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി റിപ്പോർട്ടിംഗ് ഡൈനാമിക് ആക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പഠിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് MIS റിപ്പോർട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡാഷ്ബോർഡ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കും. അതിൻ്റെ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഡാഷ്ബോർഡ് ബിൽഡ് ചെയ്യാനുള്ള ഫ്രെയിം വർക്ക് എന്താണ്, അതിൻ്റെ ഒരു ഡാഷ്ബോർഡ് ബിൽഡിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് എന്താണ്, അതായത് ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്സ് മുതൽ നമുക്ക് എങ്ങനെയാണ് റിക്വയർമെൻറ്റ്സ് അനലൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സൈൻ ഓഫിന് മുമ്പ് വാട്ട് ക്വസ്റ്റ്യൻസ് യു ഷുഡ് ആസ്ക്, വയർ ഫ്രെയിം ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെയാണ് ഡേറ്റ എക്സ്ട്രാക്ഷൻ, ഫോർമാറ്റിംഗ് ഡേറ്റ, കൺസോൾട്ടേറ്റിംഗ് ഡേറ്റ തുടങ്ങി ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ ആൻഡ് പബ്ലിഷ് ചെയ്യുന്നത് വരെയുള്ള ഒരു ഫ്രെയിം വർക്ക് ഇതിനകത്ത് നിങ്ങൾ പഠിക്കുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു സ്റ്റാറ്റിക് ഡാഷ്ബോർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ഡൈനാമിക് ഡാഷ്ബോർഡിലേക്കാണ്. അതായത് ഡൈനാമിക് ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്ത് ഒരു യൂസർ റിക്വയർമെൻറ്റ്സ് മുതലാണ് നിങ്ങളത് ഒരു ഡാഷ്ബോർഡ് ബിൽഡ് ചെയ്യാൻ പഠിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ യൂസർ റിക്വയർമെൻറ്റ് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ 2 റിപ്പോർട്ടാണുള്ളത്. ഒന്ന് ഹെഡ് കൗണ്ട് ഡാഷ്ബോർഡിൻ്റെ റിക്വയർമെൻറ്റ്സ്, രണ്ടാമത്തത് വന്നിട്ട് ട്രാവൽ സ്പെൻഡിൻ്റെ അനാലിസിസ് ആണ്. അപ്പോൾ ട്രാവൽ സ്പെൻഡിൻ്റെ റിക്വയർമെൻറ്റ്, കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഇതിനകത്തേക്ക് നോക്കുകയാണെങ്കിൽ ട്രാവൽ സ്പെൻഡ് ബൈ ലൊക്കേഷൻ എത്രയാണ്, ട്രാവൽ സ്പെൻഡ് ബൈ റോൾ എത്രയാണ്, വാട്ട് ഈസ് ദ ബേസ് ലൊക്കേഷൻ വേഴ്സസ് അതർ ലൊക്കേഷൻ ട്രാവൽ, ഷോ എ ട്രാവൽ ട്രാൻസാക്ഷൻ കൗണ്ട് ബൈ ഗ്രൂപ്പിംഗ്, show a view of budget versus actual travel variances by year and month. Based on actual data, create a forecast view for the period July 2023 to December 23. Dynamically populate top 10 employees with the highest travel spend. ഇങ്ങനെയുള്ള റിക്വയർമെൻറ്റ്സ് ആണ്. ഇതിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ റിക്വയർമെൻറ്റ്സ് അനലൈസ് ചെയ്തിട്ട് വാട്ട് ക്വസ്റ്റ്യൻസ് യു ഷുഡ് ആസ്ക്, എങ്ങനെ നമ്മൾ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് സോൾവ് ചെയ്യണം. അത് കൂടാതെ ആക്സസ് കൺട്രോളിൻ്റെ റിക്വയർമെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ക്ലയൻറ്റ് തന്നിരിക്കുന്ന റിക്വയർമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു 20 മാനേജേഴ്സ് ഉണ്ട്. ഈ മാനേജേഴ്സ് വന്നിട്ട് അവർക്ക് ഒരു ഇൻഡിവിജ്വൽ എംപ്ലോയി ID ആൻഡ് പാസ്വേഡ് ഉണ്ട്. സോ ഈ മാനേജേഴ്സ് വന്നിട്ട് ഇൻഡിവിജ്വൽ എംപ്ലോയി ID ആൻഡ് പാസ്വേഡ് യൂസ് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ ഡാഷ്ബോർഡ് വ്യൂ മാത്രമേ കാണാൻ പാടുള്ളൂ, അവരുടെ പ്രോജക്ട്സ് മാത്രമേ കാണാൻ പാടുള്ളൂ. അവർ മറ്റ് മാനേജേഴ്സിൻ്റെ ഡാഷ്ബോർഡ്സ് ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്കിതിനകത്തേക്ക് വരുന്ന സമയത്ത് നമ്മളിവിടെ ഈ ഒരു ലോഗിൻ സ്ക്രീനിൽ നോക്കിയാൽ നമുക്കിവിടെ ഈ യൂസർ ID എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിൽ പേര് കാണാം, ഇൻവാലിഡ് യൂസർ ID. അപ്പോൾ ഇവിടെ വെൽക്കം ടു ആർന ഇയർ. സോ നമ്മൾ ഇതിന് ശേഷം നമുക്കിവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻകറക്റ്റ് പാസ്വേഡ് ആണെങ്കിൽ നമുക്കിവിടെ പാസ്വേഡ് എറർ എന്ന് കാണിക്കും. ഇവിടെ നമുക്ക് പ്രോജക്ട്സ് ഒന്നും കാണാൻ പറ്റില്ല. ഇൻകറക്റ്റ് പാസ്വേഡ് ആണെങ്കിൽ പ്രോജക്ട്സ് കാണാൻ പറ്റില്ല. ഇത് കറക്റ്റ് പാസ്വേഡ് ആണെങ്കിൽ ആക്സസ് ഗ്രാൻറ്റഡ്, സെലക്ട് യുവർ പ്രോജക്റ്റ്. അതിനുശേഷം ഇവിടെ അവർക്ക് പ്രോജക്റ്റ് സെലക്ട് ചെയ്യാം. പ്രോജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഹെഡ് കൗണ്ട് ഡാഷ്ബോർഡിലോട്ട് പോകുന്ന സമയത്ത് ആ ലോഗിൻ ചെയ്തിരിക്കുന്ന മാനേജറുടെ ഡാഷ്ബോർഡിൻ്റെ വ്യൂ മാത്രമാണ് അവർക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡാഷ്ബോർഡ് എങ്ങനെയാണ് ഇതേപോലെ ഡൈനാമിക് ആക്കുന്നത്, കുറേയും കൂടി ഒരുപാട് ഫങ്ഷൻസും ഫോർമുലാസും ഒക്കെ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ കുറേ ടെക്നിക്സുകൾ വെച്ചിട്ടാണ് ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഡൈനാമിക് സൈഡ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് വെരി ടഫ്, ഇറ്റ്സ് വെരി ഈസി. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ബിൽഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്കിതിൻ്റെ ഒരു എറർ, ഇതിൻ്റെ ഇൻകറക്റ്റ് പാസ്വേഡ് ആണെങ്കിൽ ഇവിടെ ഒരിക്കലും അവരുടെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റില്ല. പ്രോജക്റ്റ് സെലക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒരു ഡാഷ്ബോർഡിലോട്ട് പോകുന്ന സമയത്ത് ദ ഡാഷ്ബോർഡ് വിൽ ബി ടോട്ടലി ബ്ലാങ്ക്. ഓക്കെ, സോ ഈ മാനേജേഴ്സിന് അവരുടെ ഇൻഡിവിജ്വൽ പ്രോജക്റ്റ് ID ആൻഡ് ലോഗിൻ വെച്ചുകൊണ്ട് ഡാഷ്ബോർഡ് വ്യൂ ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അഡ്വാൻസ്ഡ് എക്സലിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി എക്സലിൻ്റെ ബേസിക്സ് മുതൽ അഡ്വാൻസ്ഡ് എക്സൽ വരെയുള്ള ടോപ്പിക്സ് നമ്മൾ എന്താണെന്ന് കണ്ടു. ഇനി വരുന്നത് എക്സലിൻ്റെ ഫിനാൻഷ്യൽ അനലറ്റിക്സ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. ആ ഒരു മൊഡ്യൂളിലോട്ട് വരുന്ന സമയത്ത് എന്താണ് നമ്മൾ പഠിക്കുന്നത്? അപ്പോൾ അതിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് സെയിൽസ്, റവന്യൂ, എക്സ്പെൻസസ് അനാലിസിസ് ആണ്. അതായത് സെയിൽസിൻ്റെ പ്രോഡക്റ്റ് ലൈൻ വൈസിട്ടുള്ള ഇതുപോലുള്ള MIS റിപ്പോർട്ടിംഗ്. ഓക്കെ, ഓരോ പ്രോഡക്റ്റ് ലൈനിൻ്റെയും സെയിൽസിൻ്റെ എമൗണ്ട് ബൈ ഇയർ, ബൈ ക്വാർട്ടർ. അതിനുശേഷം സെയിൽസിൻ്റെ വേരിയൻസ് അനാലിസിസ്. അതായത് ഓരോ ഇയറിലും ഫസ്റ്റ് ക്വാർട്ടർ വേഴ്സസ് ഫസ്റ്റ് ക്വാർട്ടർ എത്രയാണ് വേരിയൻസ്, സെയിൽസ് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ, എത്ര എമൗണ്ടാണ് കൂടിയത് കുറഞ്ഞത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇതിനകത്ത് വരുന്നത്. ഇനി ഇത് എമൗണ്ടാണ്. ഇത് തന്നെ നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് ഓരോ ക്വാർട്ടറിലും, അതായത് പ്രീവിയസ് ഇയർ ടു കറണ്ട് ഇയർ നോക്കുന്ന സമയത്ത് ഓരോ ക്വാർട്ടറിലും എത്ര പെർസെൻറ്റേജ് ആണ് നമ്മുടെ ഇവിടെ സെയിൽസ് കുറഞ്ഞിരിക്കുന്നത്, അതാണ് ഓരോ പ്രൊഡക്റ്റ് ലൈൻ ഇവിടെ കാണുന്നത്. ഇതേ അനാലിസിസ് തന്നെ നമുക്ക് ഓരോ കസ്റ്റമറിൻ്റെയും ആണ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമർ വൈസ് ഓരോ ക്വാർട്ടറിലെയും ഓരോ ഇയറിൻ്റെയും എത്രയാണ് സെയിൽസ് നടന്നിരിക്കുന്നത്, ആ സെയിൽസിൻ്റെ വേരിയൻസ് എമൗണ്ട് എത്രയാണ്. അതായത് ഈ ഒരു കസ്റ്റമറിന് ക്വാർട്ടർ 1 മന്ത് 1 ജനുവരിയിൽ നമുക്ക് ഇത്രയും എമൗണ്ടാണ് നമുക്ക് കുറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, സെയിൽസ് കുറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? അപ്പം ഈ കസ്റ്റമേഴ്സിന് നോക്കുകയാണെങ്കിൽ 70% സെയിൽസ് കുറഞ്ഞു. ഈ കസ്റ്റമർക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടർ ജനുവരിയിൽ ഓൾമോസ്റ്റ് 107% സെയിൽസ് അപ്പാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് വ്യൂ ആണ് നമ്മളിവിടെ ബിൽഡ് ചെയ്യുന്നത്. ഇതുപോലെ എക്സ്പെൻസസിൻ്റെത്, അതായത് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡും അതിൻ്റെ ഡിഫറെൻറ്റ് എക്സ്പെൻസ് കാറ്റഗറീസ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൻ്റെ കാറ്റഗറി വൈസ് എത്രയാണ് ഓരോ ക്വാർട്ടറിലും നമുക്ക് സ്പെൻഡ്. ഓക്കെ, അതിനുശേഷം അതിൻ്റെ വേരിയൻസ് എത്രയാണ്, ക്വാർട്ടർ ടു ക്വാർട്ടർ, ഇയർ ടു ഇയർ വേരിയൻസസ് എത്രയാണ്, അത് ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻവെസ്റ്റിംഗ്, ഫിനാൻസിങ് തുടങ്ങിയ ഡിഫറെൻറ്റ് ഹെഡ്സിൽ നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് വ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ, let's give it a few seconds. സോ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. സോ ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ബാക്കിയുള്ള എക്സ്പെൻസസും എല്ലാം എക്സ്പെൻസ് വൈസ് അനാലിസിസ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ പെർസെൻറ്റേജ്. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണെങ്കിലും COGS ആണെങ്കിലും ശരി, കഴിഞ്ഞ വർഷമോ ഈ വർഷം വെച്ച് നോക്കുന്ന സമയത്ത് എമൗണ്ടിൽ വന്നിരിക്കുന്ന ഒരു വേരിയൻസ് എത്രയാണ്, കൂടിയോ കുറഞ്ഞോ. ഇനി കുറച്ചും കൂടി മീനിങ് ഫുള്ളായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എക്സ്പെൻസ് കാറ്റഗറീസ്, ഓക്കെ, ഈ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ടു സെയിൽസ് എത്രയാണ് നമുക്ക് 2023-ൽ, 2023-ൽ ഫോർ എക്സാമ്പിൾ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പെൻഡ് എന്ന് പറയുന്നത് സെയിൽസിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ 2.15% ആയിരുന്നു. നമ്മുടെ സ്പെൻഡ് ഇവിടേക്ക് വരുന്ന സമയത്ത് 4.17% ആയി. സോ വിച്ച് മീൻസ് ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ദ സ്പെൻഡ്, അല്ലേ? അപ്പോൾ ആ സ്പെൻഡിൻ്റെ ഇൻക്രീസ് എത്രയാണെന്നുള്ളതാണ് അടുത്ത റിപ്പോർട്ടിൽ കാണിക്കുന്നത്, എത്ര പെർസെൻറ്റേജ്. അപ്പോൾ എവിടേക്കാണ് നമുക്കിവിടെ സ്പെൻഡ് കൂടിയത്, എവിടേക്കാണ് സ്പെൻഡ് കുറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വ്യൂവിൽ കാണാം. അതേപോലെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്താണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പൊസിഷൻ. അപ്പോൾ ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബഡ്ജറ്റ് വേഴ്സസ് ആക്ച്വൽ വേരിയൻസ് അനാലിസിസ് തുടങ്ങി അഡീഷണൽ റിപ്പോർട്ട്സ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട്സിലോട്ടുള്ള ഡേറ്റ വരുന്നത് ഡിഫറെൻറ്റ് സോഴ്സസ് നിന്നാണ്. അതായത് നമുക്കിപ്പോൾ ഒരു ടാലി ആണെങ്കിലും ശരി, ബാക്കിയുള്ള സിസ്റ്റംസ് ആണെങ്കിലും ശരി, നമുക്കൊരു എക്സൽ ഡേറ്റ ഉണ്ടാവാം. ആ എക്സൽ ഡേറ്റയിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കൊരു SQL സെർവറിലോട്ട് കണക്ട് ചെയ്യാം. എക്സൽ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യാം. ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് ഡേറ്റ മോഡൽ ചെയ്യാം. ഡേറ്റ മോഡൽ ചെയ്തിട്ട് നമ്മുടെ KPI കാൽക്കുലേഷൻസ് എല്ലാം നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. അപ്പോൾ ആക്ച്വലി ഒരു 20 മണിക്കൂർ എടുക്കുന്ന ഒരു റിപ്പോർട്ട്, ഈ ഒരു റിപ്പോർട്ടിങ് ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ സോഴ്സ് ഡേറ്റ മാത്രം അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ KPI കാൽക്കുലേഷൻസും അനാലിസിസും റിഫ്രഷ്ഡ് ആവും. ബാക്കിയുള്ള സമയം മുഴുവൻ ഇതിൻ്റെ ഒരു അനലിറ്റിക്കൽ സൈഡിലോട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഈ ഒരു എക്സലിൻ്റെ ഫിനാൻഷ്യൽ അനലിറ്റിക്സ് ഡാഷ്ബോർഡിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമ്മളിതിനകത്ത് വേറെ കോഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ ബിസിനസ് ഇൻ്റലിജൻസ് കേപ്പബിലിറ്റീസ് ഓഫ് എക്സൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് എങ്ങനെയാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഡേറ്റ നമ്മൾ പവർ BIയിലോട്ട് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് നമ്മൾ പവർ BIയിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഡേറ്റ അനലൈസ് ചെയ്യുന്നതെന്ന് നെക്സ്റ്റ് നമുക്ക് നോക്കാം. സോ പവർ BIയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ പവർ BIയിൽ ആദ്യം ബേസിക് ഡാഷ്ബോർഡ്സ് ബിൽഡ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ബേസിക് ഡാഷ്ബോർഡ്സ് ലൈക്ക് ഒരു ഹെഡ് കൗണ്ട് അനാലിസിസ്, ഇതുപോലെ ഹെഡ് കൗണ്ട് അനാലിസിസ്, ട്രാവലിൻ്റെ അനാലിസിസ്, ഓക്കെ, ലേബർ കോസ്റ്റിൻ്റെ അനാലിസിസ് തുടങ്ങി കുറേ കൂടി ബേസിക് ആയിട്ടുള്ള ചാർട്ട്സ്, ബേസിക് ആയിട്ട് പവർ BI യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ബിൽഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫിനാൻഷ്യൽ അനലിറ്റിക്സിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ചാർട്ട്സ് ബിൽഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ പവർ BIയുടെ വിഷ്വലൈസേഷൻ സൈഡും പവർ BIയുടെ ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ സൈഡിലൊക്കെ നല്ല സ്കിൽസ് ബിൽഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസിലോട്ട് പോകുന്നത്. സോ ഫിനാൻഷ്യൽ അനാലിസിസിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ എക്സലിൽ ചെയ്ത ഫിനാൻഷ്യൽ അനാലിസിസ് കുറേയും കൂടി ഡൈനാമിക് ആയിട്ട്, കുറേയും കൂടി ഇൻട്രാക്റ്റീവ് ആയിട്ട്, കുറേയും കൂടി വിഷ്വലി അപ്പീലിംഗ് ആയിട്ട് നമ്മൾ പവർ BIയിൽ ബിൽഡ് ചെയ്യും. അതായത് റവന്യൂ അനാലിസിസ് ബൈ പ്രോഡക്റ്റ് ലൈൻ, ബൈ കസ്റ്റമർ, ഓക്കെ, അതിൻ്റെ വേരിയൻസ് അനാലിസിസ്, ഇയർ ടു ഇയർ വേരിയൻസ് അനാലിസിസ്, അതിന് KPI സമ്മറി, പിന്നെ അതേപോലെ നമ്മുടെ ബാക്കിയുള്ള ചാർട്ടുകൾ ഓരോ സെയിൽസ് വൈസ് ഉള്ള 2023 വേഴ്സസ് 2024 അനാലിസിസ്, അതിൽ ടോപ്പ് 10 വേരിയൻസസ്, ബോട്ടം 10 വേരിയൻസസ് ഡൈനാമിക് ആയിട്ട് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഓക്കെ, പിന്നെ അതുപോലെ 2024-ൻ്റെ മാത്രം റവന്യൂ അനാലിസിസ്, അതിൽ 2024-ൽ ഓരോ പ്രോഡക്റ്റ് ലൈനും കസ്റ്റമറും എത്ര പെർസെൻറ്റേജാണ് സെയിൽസിൻ്റെത്, ഓരോ പ്രോഡക്റ്റ് ലൈനിൻ്റെയും ഓരോ പ്രോഡക്റ്റ് കാറ്റഗറിയുടെയും പെർസെൻറ്റേജ് എത്രയാണ്, ഫോർകാസ്റ്റ് ബേസ്ഡ് ഓൺ ദ ലാസ്റ്റ് ഫ്യൂ മന്ത്സ് സെയിൽസ്. ഓക്കെ, വാട്ട് ഈസ് ഗോയിങ് ടു ബി അവർ ഫോർകാസ്റ്റ് ഫോർ ദ നെക്സ്റ്റ്
1 ഇയർ. പിന്നെ ഈ ഒരു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു ചാർട്ടിലോട്ട് നോക്കിയാൽ ഈ ഒരു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ബിസിനസ് വാണ്ടഡ് ടു നോ ഈ ഒരു കറൻറ്റ് ക്വാർട്ടർ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ക്വാർട്ടറും വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏത് കസ്റ്റമേഴ്സിൻ്റെ റവന്യൂ ആണ് നമുക്ക് ഡ്രോപ്പ് ആവുന്നത്, ഏത് കസ്റ്റമേഴ്സിൻ്റെ റവന്യൂ ആണ് കറൻറ്റ് ക്വാർട്ടറിൽ കൂടിയിരിക്കുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വിഷ്വലൈസേഷനിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ഏറ്റവും റവന്യൂ ഇൻക്രീസ് ആയിരിക്കുന്ന കസ്റ്റമേഴ്സും ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഏറ്റവും റവന്യൂ ഡ്രോപ്പ് ആയ കസ്റ്റമേഴ്സും. ഇനി നമുക്ക് ഈ ഒരു വിഷ്വലൈസേഷനിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് റവന്യൂ ഡ്രോപ്പ് ആയി എന്നുള്ളതായിരിക്കും. അപ്പം നമുക്കിവിടെ ഈ ഒരു കസ്റ്റമറിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെക്സ്റ്റ് ചാർട്ടിൽ നമുക്ക് കാണാം എവിടെയാണ്, ഏത് പ്രോഡക്റ്റ് ലൈനിലാണ് നമുക്കിവിടെ ഡ്രോപ്പ് ആയിരിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് കാണാം. ഈ ഒരു കസ്റ്റമറിൻ്റെ ബേസിക്കലി ഫോർകാസ്റ്റിംഗ് എല്ലാം ഡൈനാമിക്കായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ ഇനി എക്സ്പെൻസിലോട്ട് വരുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ഇയർ ടു ഇയർ എക്സ്പെൻസസിൻ്റെ അനാലിസിസ്, വേരിയൻസ് അനാലിസിസ്, S&D, അഡ്മിനിസ്ട്രേറ്റീവ്, ഡിപ്രീസിയേഷൻ, നോൺ ക്യാഷ് എക്സ്പെൻസസ്, അതിൻ്റെ ഇയർ ടു ഇയർ അനാലിസിസ് ആൻഡ് വേരിയൻസ്, ക്വാർട്ടർലി എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ആൻഡ് സ്പെൻഡ് ബൈ ഡിഫറെൻറ്റ് കാറ്റഗറീസ്, ടോപ്പ് 10 എക്സ്പെൻസസ്, നമുക്ക് വന്നിരിക്കുന്ന ടോപ്പ് 10 എക്സ്പെൻസസ് ഏതാണ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എക്സ്പെൻസസിലോട്ട് വരുമ്പം. അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അനാലിസിസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതേപോലെ നമുക്കിവിടെ 2023-24 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ വേരിയൻസ് എന്താണ്, ഇബിറ്റ എത്രയാണ്, ഇബിറ്റ്, ബാക്കിയുള്ള പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, PBT എല്ലാം, അതിൻ്റെ KPI കാർഡ്സ് ആൻഡ് അതിൻ്റെ എവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻക്രീസ് വന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഡിക്രീസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാഫിംഗ് കോസ്റ്റ് 4% കുറഞ്ഞിട്ടുണ്ട്, യൂട്ടിലിറ്റീസ് 0.92% കുറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് അതേപോലെ ഇൻക്രീസിലോട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ആഡ് സ്പെൻഡ് 2.12% കൂടിയിട്ടുണ്ട്. സോ ഒരു ബിസിനസ്സിന് വേണ്ടത് ഈ ഒരു ഇൻസൈറ്റ്സ് ആണ്. എവിടെയാണ് നമുക്ക് സ്പെൻഡ് കൂടുന്നത്, എവിടെയാണ് നമുക്ക് സ്പെൻഡ് കുറയുന്നത്, എവിടെയാണ് പ്രോഫിറ്റ് ലീക്കേജ് വരുന്നത്, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു സ്കിൽസ് ഇതിനകത്ത് ബിൽഡ് ചെയ്യുന്നത്. ഇനി അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബഡ്ജറ്റ് വേഴ്സസ് ആക്ച്വൽ അനാലിസിസ് ഇതിലോട്ട് വരുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തിൻ്റെ ബഡ്ജറ്റ് എത്രയായിരുന്നു, നമ്മൾ സെയിൽസ് അതായത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ടു സെയിൽസ് എത്രയായിരുന്നു ബഡ്ജറ്റ് ചെയ്തിരിക്കുന്നത്, എത്രയാണ് അതിൻ്റെ ആക്ച്വൽസ്, എത്രയാണ് വേരിയൻസ് വന്നിരിക്കുന്നത്, കാര്യങ്ങളെല്ലാമാണ് നമുക്ക് ബിൽഡ് ചെയ്യുന്നത്. ഇതുപോലെ ഉള്ള ഡാഷ്ബോർഡ്സ് ആണ് നമ്മൾ ഈ ഒരു പവർ BIയിൽ നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്നത്. സോ ഈ ഒരു സ്കിൽസ് നിങ്ങൾക്ക് 100% ഒരു എൻഡ് ടു എൻഡ് റിപ്പോർട്ടിംഗ് പ്രോസസ്സ് സ്ട്രീംലൈൻ ചെയ്യാനും ഓട്ടോമേറ്റ് ചെയ്യാനും ബിസിനസ്സിന് വേണ്ട ഇൻസൈറ്റ്സ് കൊടുക്കാനും പറ്റുന്ന ഒരു സ്കിൽസ് ബിൽഡ് ചെയ്യും ഈ ഒരു ഡാഷ്ബോർഡ്സ് ബിൽഡ് ചെയ്യുമ്പോഴേക്കും. അപ്പോൾ എക്സ്പെഷ്യലി ഒരു അക്കൗണ്ടിങ് റോൾസ് എന്നൊക്കെ ഒരു ഫിനാൻസ് റോളിലേക്ക് ട്രാൻസിഷൻ ചെയ്യണമെങ്കിൽ വേണ്ട ഏറ്റവും ആവശ്യമുള്ള ഒരു സ്കിൽസാണ് ഒരു ബിസിനസ്സിന് ഡിസിഷൻ എടുക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഈ ഒരു പ്രോജക്ട്സിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കവർ ചെയ്തിരിക്കുന്നത്. സോ കമ്മിങ് ടു AFPയുടെ ബാക്കി കാര്യങ്ങൾ, കോഴ്സിൻ്റെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലും ഇത് ആർക്കാണ് ഹെൽപ്പ് ചെയ്യുന്നത്, എസ്പെഷ്യലി നിങ്ങളൊരു ഫിനാൻസ് അനലിസ്റ്റ്, FP&A പ്രൊഫഷണൽ, ഡേറ്റ റിപ്പോർട്ടിംഗ് അനലിസ്റ്റ്, ഫിനാൻസ് മാനേജർ റോൾസിലോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന ഒരു ട്രെയിനിങ് ആയിരിക്കും ഇത്. ആൻഡ് ദിസ് ഈസ് നോട്ട് ഫോർ പീപ്പിൾ who wants to step into investment banking side. Okay, capital markets, financial markets, അതെല്ലാം നമ്മുടെ യൂസ് കേസസ് വരുന്നത്. നമ്മുടെ യൂസ് കേസസ് നിങ്ങൾ കണ്ടു, എന്തൊക്കെയാണ് നമ്മൾ എക്സൽ ആൻഡ് പവർ BIയിൽ പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ഇതിനകത്തുണ്ട്. 3 സർട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് വരുന്നത്. ബിസിനസ് എക്സൽ ഫോർ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്, ആൻഡ് എക്സൽ ഫോർ ഡേറ്റ അനാലിസിസ് ആൻഡ് ഓട്ടോമേഷൻ, ആൻഡ് പവർ BI ഫിനാൻഷ്യൽ അനലിറ്റിക്സ്. ഈ 3 സർട്ടിഫിക്കറ്റാണ് വരുന്നത്. അതുകൂടാതെ നിങ്ങളിതിൻ്റെ ഓരോ ലെവലും കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബാഡ്ജസ് ഉണ്ട്. ഓരോ ലെവലും ഇത് നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ നിങ്ങളുടെ ഒരു പ്രോഗ്രസ് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവും. സോ ഇതൊക്കെയാണ് ഈ ഒരു കോഴ്സിൻ്റെ ഓവർവ്യൂ. വന്നിട്ട് നമുക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് ഉണ്ട്, ഫ്ലെക്സിബിൾ ടൈമിങ്സ് ആണ്. സോ വേറെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി കോൺടാക്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ട്രെയിനിങ്. ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ വന്നിട്ട് അപ്രോക്സിമേറ്റ്ലി 2.5 to 3 months ആണ് വരുന്നത്. എഗെയിൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പീഡ് ആൻഡ് പേസ് അല്ലേ. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇതിനകത്ത് ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ആക്സസ് കൂടിയുണ്ട്. സോ നിങ്ങൾക്ക് കൂടുതൽ പെട്ടെന്ന് മോഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ യു ക്യാൻ ഫിനിഷ് ദ മോഡ്യൂൾസ് ഫാസ്റ്റർ. വി ഹാവ് ലൈവ് കണക്ട്സ്, live classes also. So you will get live classes and you will get both recordings. Okay. So this is about me. So by the way, my name is Sobish. ഞാൻ ഇതിൻ്റെ ഒരു ട്രെയിനർ ആൻഡ് മെൻറ്ററാണ്. സോ ഞാൻ
ഷോപ്സ് എന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 2024 ഡിസംബറിലാണ്. സോ ഐ വാസ് എ കോർപ്പറേറ്റ് എംപ്ലോയി ഫോർ 19 years. Started my career with Genpact in 2005. അതിനുശേഷം 2008 ഐ ബി എമ്മിലോട്ട് മാറി. ഫ്രം 2008 to 2024 ഐ ബി എമ്മിൽ ഫിനാൻസ് ആൻഡ് ഓപ്പറേഷൻസിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആൻഡ് yeah, so that's all about AFAP. നിങ്ങൾക്ക് എൻറോൾ ചെയ്യണമെങ്കിൽ you will be receiving an enrollment link, and other details you can directly contact us. So that's all about this video, and I hope you found it helpful. Thank you so much.